ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചുവല്ലോ. വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായി തീരുന്നു. ഇന്നലേക്ക് അല്പമായി ജലദോഷത്താൽ ഭാരപ്പെട്ടെന്നാൽ സ്വർഗം എന്നെ ബലപ്പെടുത്തുവാനിടയായി, എന്നെ കർത്താവ് വിടുവിക്കുവാനിടയായി. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ വീണ്ടും ഞാൻ ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന ദൈവജനത്തെ അത് അനുഗ്രഹവും അത് വിടുതലുമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകങ്ങൾ 18-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാ, യഹോവയിൽ ആശ്രയിക്കുക. യഹോവയിൽ ആശ്രയിക്കുന്നത് നമുക്ക് നല്ലതാണെന്ന് ദൈവത്തിൻ്റെ വചനം എടുത്തു പറയുന്നു. മനുഷ്യരിൽ ആശ്രയിക്കരുത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതു സാഹചര്യത്തിലും നമ്മൾ പെട്ടെന്ന് ആശ്രയിക്കുന്ന മനുഷ്യനെയാണ്. നമ്മൾ ഏതു സാഹചര്യത്തിനകത്തു കയറിപ്പോയാലും പെട്ടെന്ന് നമ്മുടെ ചിന്ത വരുന്ന ഇന്നോരോട് അല്ലെ ഇന്ന വ്യക്തികളോട്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക, യഹോവയിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. പറയാൻ പറ്റുമോ? ഈ ഭക്തൻ പറയുക, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുകയാ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹായം ചെയ്യുന്ന, എന്നെ വിടുവിക്കുന്ന, എന്നെ സൗഖ്യമാക്കുന്ന, എൻ്റെ കൂടെ ഇരിക്കുന്ന, എൻ്റെ കൂടെ ഇരുന്ന് സഹായിക്കുന്ന ആ ഒരു ദൈവത്തിൽ ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുകയാണ്. നമുക്കിവിടെ കാണുന്നു, ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 66-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 12-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനം, കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വം നീട്ടിക്കൊടുക്കും. അപ്പം ദൈവത്തിൻ്റെ തിരുവചനം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാ പറയുകയാ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കുടിപ്പാൻ ഞാൻ അവൾക്ക് നദി പോലെ സമാധാനം, കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വം കൊടുക്കും. അപ്പോൾ ദൈവാത്മാ പറയുന്നു, സമാധാനമില്ലാതെ, സന്തോഷമെന്തെന്നറിയാതെ, ജീവിതത്തിനകത്ത് പരാജയപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, ഒറ്റപ്പെട്ടു പോയി, അയ്യോ ഞാൻ തകർന്നു പോയി, ആരും എനിക്ക് ആശ്രയമില്ല, ആരും എനിക്ക് ആശ്രയിക്കാനില്ല എന്ന് പറയുന്നവർ എന്നെ കേൾക്കുന്നു. ദൈവാത്മാ പറയുന്നു, അതേ നദി പോലെ സമാധാനം, കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിലെടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിൽ മേൽ ഇരുട്ടിൽ ആളിക്കുകയും ചെയ്യും. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവവചനം പറയുന്നു, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം ഒരു വചനം അടുത്തൊരു ഭാഗത്ത് പറയുമ്പോൾ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാൽ ഞാൻ നിന്നെ മറക്കത്തില്ല. അതിനർത്ഥം ദൈവത്തിൻ്റെ ആ കരുതൽ ഒരമ്മ താലോലിക്കുന്നത് പോലെ, ഒരപ്പൻ താലോലിക്കുന്നത് പോലെ, ഒരമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ, ഒരപ്പൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് രുചിക്കാൻ കഴിയുമെന്ന്, അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് നമുക്കിവിടെ തിരുവചനത്തെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കൂ, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല്ലുപോലെ തഴയ്ക്കും. ഇന്ന് ഈ സമയം ജീവിതത്തിനകത്ത് അത് നഷ്ടപ്പെട്ടു പോയ സകല സന്തോഷവും, നഷ്ടപ്പെട്ടു പോയ സകല സമാധാനവും പരിശുദ്ധാത്മാവ് തിരികെ നൽകാൻ പോയ, നീ ആശ്രയിക്കുന്ന യഹോവയിലേക്ക് ആശ്രയിക്കുക, മനുഷ്യരിൽ ആശ്രയിക്കരുത്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു.
ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചാലുള്ള ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് നൽകിക്കുന്ന വചന സമയത്തിനുള്ളിൽ ഞാനത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. നോക്കിയ ദൈവാത്മ പറയുന്നു, ഈ 15-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11 തൊട്ട് ഏകദേശം 32 വരെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുന്നു, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ എന്ത് ചെയ്തു? തൻ്റെ അപ്പനോട് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് അതിനെ അലക്ഷ്യമാക്കി തൻ്റെ നന്മകൾ മുഴുവൻ ദൂർത്തടിച്ച് അത് മുഴുവൻ തീർത്തു കഴിഞ്ഞപ്പോൾ നോക്കി അവിടെ കാണുന്നു, അവനൊരു സുബോധമില്ലാത്തവനായി. എന്ന് പറഞ്ഞാൽ സുബോധം ഉണ്ടെങ്കിൽ നന്മ നഷ്ടപ്പെടുത്തത്തില്ല. ഈ മുടിയനായ പുത്രൻ അല്ലെങ്കിൽ ആ ഒരു പുത്രൻ, ഇളയ പുത്രൻ എന്ത് ചെയ്തു? മുടിയനായ പുത്രൻ നല്ല ഇളയ പുത്രൻ എന്ത് ചെയ്തു? തൻ്റെ നന്മകൾ മുഴുവനും നശിപ്പിച്ചിട്ട് ലാസ്റ്റ് ഈ പന്നിയെ വളർത്തുന്ന ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു. അവിടെ കാണുന്നു, അത്ര താഴ്ന്ന നിലത്തിലേക്ക് പോയിട്ടും അവനൊരു നേരത്തെ ആഹാരം ആ പന്നിക്ക് കൊടുക്കുന്നതെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന് ചിന്തിക്കുമ്പോഴും അതുപോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിനകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ മകനുണ്ടല്ലോ, തൻ്റെ അപ്പൻ്റെ തൻ്റെ ഭവനത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു. തൻ്റെ ഭവനത്തിനകത്ത് ഒരുപാട് ജോലിക്കാർ ആഹാരം കഴിച്ച് മിച്ചം വരുത്തുന്നുണ്ട്. അതിനൊരു കൂലിക്കാരൻ്റെ എങ്കിലും എനിക്കെന്ത് ചെയ്യാം? അങ്ങനെയാണ് പറയുന്നത്. അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. കണ്ടോ, ഒന്ന് പറഞ്ഞ് ചിന്തിച്ചപ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നു, ഈ മകനെ സ്വീകരിക്കുന്ന നല്ലൊരു അപ്പനെ കാണുകയാ. ചേർത്തു പിടിക്കുന്ന, തൻ്റെ മകന് നല്ല ഡ്രസ്സ് വാങ്ങിച്ച, നല്ല